surface. Don't go there. റെഡ് ബുള്ളിന്റെ പരിപാടി കേട്ടോ, ഒരു രക്ഷയല്ല. ഹലോ ഗൈസ്, മൈ വിസ് വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് സീ ലൈനാണ്. സീ ലൈൻ പോയിട്ട് ഒരു അടിപൊളി ഡെസേർട്ട് അടിച്ച് വരാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തിനെ കാത്തിക്കാണ് വണ്ടിയായിട്ട് വരാൻ വന്നക്ക്. അങ്ങനെ കൈസ് വണ്ടിയായിട്ട് വന്ന് നേരെ വണ്ടി കയറി കുത്തിട്ട് നേരെ വിടാന്ന് മക്കളെ സീ ലൈനിലേക്ക്. ഞാൻ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാം കേട്ടോ. കൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നെഗറ്റീവ് അടിച്ച് കൊല്ലും. കൈസനോട് ചോദിച്ചു ഇനിയപ്പോൾ ഒരു ബ്ലോഗറാക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ബ്ലോഗറാക്കി മോനെ. അങ്ങ് തള്ളി മറിച്ച് ഫ്ലാഗ് ഫിറ്റ് കേട്ടോ. ഫ്ലാഗ് ഫിറ്റാണ്. ഫ്ലാഗ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വണ്ടിയിൽ കാറ്റൊക്കെ വേണ്ടി കേട്ടോ. മാഷാല്ലാ പൊളി വണ്ടിയാണ് കേട്ടോ. നീറ്റായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട് ചെക്കൻ. ഹലോ ഗൈസ്, അങ്ങനെ ഫ്ലാഗ് ഫിറ്റ് ചെയ്ത് നല്ല ഹൈറ്റിലാണുള്ളത്. ഫ്ലാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ എയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി കേട്ടോ. ഈ ലൈറ്റിൻ്റെ ക്യാപ്പായി കേട്ടോ. നല്ല അടിപൊളി മഞ്ഞ ലൈറ്റാട്ടോ, അടിപൊളി. നമ്മളിതാ ഡെസേർട്ടിലേക്ക് ഇറക്കാൻ പോവുകയാണ് മക്കളെ. ഇവിടെ ഓൾറെഡി 2-3 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഓൾറെഡി 10 വണ്ടിയായി. കാറ്റ് വയ്ക്കുകയാണ്. സൂപ്പർ സഫാരി. 3-4 ആൾക്കാർ പിന്നെ വന്നു കേട്ടോ, സെറ്റാക്കി. ഇല്ല ഫോക്കസ് ഇല്ല. വണ്ടി 1 by 1 ആയിട്ട് പോവാട്ടോ. എവരിബഡി ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. സെറ്റല്ലേ? അപ്പോൾ സെറ്റായി യാത്ര തുടങ്ങാം കേട്ടോ. സെറ്റല്ലേ? അതിൻ്റെ അടുക്ക് അൽ ഒട്ടഹ പിന്നാടി ഇருக்கு. Second car, Ahmed Shams. Third car, Deep Wrangler Anup. Fourth, red Pajero. മുമ്പിൽ നിൽക്കുന്ന സാധനം നോക്കിക്കേ, പുലിയാണ് മക്കളെ, പുലി. ഇത് നമ്മളെ റേസ് ബൈൻ്റെ വണ്ടി കേട്ടോ. ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും ഫ്രണ്ടിൽ തന്നെ. ആളെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും പോവുക. അല്ല സുലൈമാനെ, ഇത് ആരായി പോന്ന നോക്ക്. ഏതാ സാധനം? അഡ്വഞ്ചർ ബസ് ഇട്ടാ. ഏതാ ബസ്? വേറെ ലെവലിട്ടാ. പൊളി. കറക്റ്റ് ലൈൻ ഒപ്പിച്ചിട്ട് 1 by 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടെന്നാൽ കാണാൻ വേണ്ടിയിട്ട് ലൈൻ അടിച്ച് പോകുമ്പോൾ. പുലി ഇറങ്ങി മക്കളെ, പുലി ഇറങ്ങി. എന്തായാലും ഈ ഡെസേർട്ട് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഡെസേർട്ട് ഡ്രൈവ് ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. You have the location right? കൈസ് ഇപ്പോൾ പറഞ്ഞെന്താ അറിയോ, ഈ ഡെസേർട്ട് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ വണ്ടി കുടുങ്ങും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ റിക്കവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു താങ്ക്സ് പറയാം. അത് എന്തായാലും ചെയ്യണം കേട്ടോ. മറ്റൊരാളെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ പണിയൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെയും രക്ഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ താങ്ക്സ് പറയാൻ മറക്കണം. ഫൈനലി റെഡ് ബുള്ളിൻ്റെ പരിപാടി നടന്ന ലൊക്കേഷനിൽ എത്തിയിട്ടോ നമ്മൾ.
നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടീമിലുള്ള ഒരാൾ RC കാർ കൊണ്ടുവന്നു. അതുകൊണ്ടുള്ള ഡെസേർട്ട് ഡ്രൈവാണ് കേട്ടോ കാണുന്നത്. വണ്ടി ചെറുതായിട്ടൊന്ന് താണ്. നല്ല സോഫ്റ്റ് മണലോ. ഹലാസ് അയ്യവ അങ്ങോട്ട് മാറ്റിടിക്കാം. മെല്ലെ മതി പോരെ. മതി സെറ്റ് അപ്പം ഷെയ്ക്കിന് താങ്ക്സ് അറിയാം. സൂപ്പർ സഫാരി മാഷാഅല്ലാഹ്. ചവിട്ടിയുടെ വാ ഏതാ പോക്ക്. അവിടെ ചാടി. അല്ല കഴിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെഡ് ബുളിൻ്റെ ഡ്യൂൺ റഷ്യൻ്റെ പരിപാടിയിലേക്കാണ്. എന്തായാലും പൊളിയാണ് മക്കളെ, പൊളി വൈബാണ്. റെഡ് ബുളിൻ്റെ പരിപാടി കേട്ടോ. ഒരു രക്ഷയല്ല. നോക്കിയേ വലിയ ടെൻ്റൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും പൊളി. ഈ കാണുന്ന മൊത്തം വണ്ടി നമ്മുടെ ടീമിലുള്ള വണ്ടിയാണ് കേട്ടോ. Slowly slide and go towards the gravity on site. Slide. ഫുള്ള് റൈറ്റ് എടുക്ക്, റൈറ്റ് ഓടിക്ക്. പോ താഴെ പോ. Line up behind one by one. സ്റ്റെപ്പിൽ അടിച്ച പ്രശ്നമില്ല. ടയറ് അതാ മഡ്ഗാർഡ്. இந்த ஹிட் பண்ணும்போது வேகமா ஹிட் பண்றீங்க இல்லையா, அந்த டைம் யுவர் நோஸ் டு பி டவுன். வீல் வந்து இப்படி ரொட்டேட் ஆகிற மாதிரி இப்படி கிடையாது. அப்படி ஆச்சுன்னா வண்டியோட வெயிட் ஃபுல்லாக ரிம்மில் இறங்கும். வீல் அந்த டயர் வந்து ரப்பர்ன்றதுனால இது ஜஸ்ட் கம் ஆகும், அப்படி இறங்கிடுது. அப்போ என்ன பண்ணுன்னா வீல் இப்படி திருப்பிட்டு இது பண்ணும். ஏன் டேங்க் ஃபுல்லாக இருக்குது, 2 டேங்க்கு ஃபுல் பண்ணிட்டான். இப்போ 140 லிட்டர்ஸ் இருக்கும். 140 70
hard surface. This place is hard surface. There is no exit. See, before getting up, and you have to just identify your exit. Okay, approach and exit should be must. When you are approaching, you should not just jump. Your bumper will go up. So you need to approach slightly. Even if you have a tricky thing, just put one wheel up, not both the wheel up same time. When you are approaching down, find the hard. There will be some sand slider here. So here it will be easy slider. So here it will be easy slide. And there the last is the good exit. Okay, so you have to come on the top mostly. Just put your pressure and come on the top. If you keep sliding, just put it on its side. Don't come down. So do we need to put a petrol? Yeah, it's a petrol is must. Then only your traction will be there. If you are not petrol, gravity wins. Gravity will pull your car down. So if you put gas, it will just go on slide. But don't try on up. Yeah. Its side will be easy. Yes. Okay, it will be friendly to your car. And you try the exit and just come down. If you are having a situation to come on the hard surface, don't put your car on the slide. Is it okay to brake at least? No. Let's say in this part. But you have to slow down. Yeah, If slow you down. brake, Yeah. you cannot But slow if down. that is emergency cases. Yeah, but if you are going to break it here, all the four wheels will go down in the sand. So put your safe position on your right side towards the ground, and then you can just slowly approach it. Okay, don't pop out slightly. If you are coming on slide, your wheel will come up. Correct. Okay, see, put your nose down, and your speed should be slow enough. എന്താണ് ഏ Raise the floor. Save distance. അതിന്റെ ഇടയൊക്കെ ഉണ്ടോ കറിയിൽ ഉപ്പിട്ട പോലെ കീരിയ ഓക്കെ ആരാ പോയത് എന്താണ് Red Bull. Extra one, that's why I drink my own Red Bull. He have power. ഇതെന്താക്കിയതാ ഡേഞ്ചർ ജേസനാ റെഡ് ബുൾ അടിച്ചാളല്ലേ പൊളി പൊളി അല്ല ഗായ്സ് അങ്ങനെ നേരം രാത്രി ആയിരിക്കുകയാണ് ഗായ്സ് ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് ക്രൂസർ മാറി പജറോ ആണ് മക്കളെ ഞങ്ങളുള്ളത് പജറോ അത് FJ حبيبي يا نور العين
കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ പുതുമാരനങ്ങിടും സുദിനമിതി ഈ അസുലഭ സുരഭിലനിർമ്മിതി മണവാട്ടിയണിയുന്നു രോമാഞ്ചം എന്നൊരാവേശം എന്നൊരാനന്ദം മണവാട്ടിയണിയുന്നു എന്റെ മോനെ ഇതെന്താ പാറി വരുന്നത് നോക്കിയേ. ഓ സൂപ്പർ സഫാരി എന്റെ മോനെ ഓടിക്കങ്ങോട്ട് പാറണം. ഏതാ സാധനം മോനെ. പൊളി വൈബക്കളെ പൊളി പൊളി പൊളി. പോ പോ പോ. ഇങ്ങനെ വേലി കെട്ടി വെച്ചത് ആൾക്കാർ കാണിട്ടല്ലേ, അല്ലെങ്കിൽ താഴെ എല്ലാം കൂടിയും
ഫോണിൽ കൂടി കാണുന്ന നേരം ഈ മലയ്ക്ക് വലിയ ഹൈറ്റൊന്നും തോന്നിക്കില്ലെങ്കിലും ഇത് ഭയങ്കര വലിപ്പമുള്ള മലയാണ് മക്കളെ. നല്ല ഹൈറ്റ് ഉണ്ട്. ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടയറിൽ കാറ്റടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. എന്തിനായാലും പൊളി വൈബായിരുന്നു. അടിപൊളി റൈഡായിരുന്നു. കൊടിയച്ചു ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടാ എനിക്ക് എയറൊക്കെ അടിച്ച് നേരെ റൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.